നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ നടവയൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ വന്യമൃഗശല്യത്തിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടതാണ്. എന്നെന്ന് പറയുന്ന പോലെ ഇവിടെ ആന ഇറങ്ങി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ നടവയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ വന്യമൃഗശല്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് നമ്മളുള്ളത് നടവയലാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആന ഇറങ്ങുന്നത് ഇവിടെ സ്ഥിരം പതിവാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഇറങ്ങി ഒരു വീടിൻ്റെ പുറവശത്ത് വന്നിട്ട് വീടിൻ്റെ ജനലൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതുപോലെ വീടിൻ്റെ ഉള്ളിലും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഇവിടെ ഈ വഴിക്ക് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോറസ്റ്റിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് ഭാഗത്തെ ഫെൻസിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ആനകൾ ഇങ്ങോട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞത്. ഫെൻസിങ് കുറേ കാലമായിട്ട് അവിടെ പൊട്ടി കിടക്കുവാണ്. ആ ഫെൻസിങ് ഒന്ന് പഴയ പോലെ ആക്കുകയാണെങ്കിൽ ഇത് കയറില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്താണുള്ളത്. നമുക്ക് ഏതായാലും ഇവിടുത്തെ ആ ഗൃഹനാഥനോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ വഴി കൂടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നല്ലോ, ഒരു മതിലൊക്കെ തകർത്തിട്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ ആ ആനയൊക്കെ ഈ ഒരു റോട്ടിൽ കൂടെ തന്നെയാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പുറകുവശത്തെ ജനലാണ് ആന തകർത്തിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെയൊക്കെ ഒരു ആന കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വിശ്വസിക്കില്ലല്ലേ. അപ്പോൾ ഏതായാലും ഇതാണ് അവസ്ഥ. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ വീടിൻ്റെ ഇവിടെ തന്നെ നമുക്കൊരു ബോർഡ് കാണാം. ഇതുണ്ടോ, വോട്ട് തേടി വരേണ്ട, വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത് വരെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് തേടി ഈ വീട്ടിലേക്ക് വരേണ്ട എന്നറിയിക്കുന്നു. എന്താണ് അപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള വന്യമൃഗശല്യം ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരം ഒരു ബോർഡ് വീടിൻ്റെ മുമ്പിൽ തന്നെ എഴുതി വെക്കാനായിട്ട് ഇവരെ കൊണ്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. അതായത് നമുക്ക് ആ ഗൃഹനാഥനോട് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. എൻ്റെ വീടിൻ്റെ പുറത്തും ഡോറിൻ്റെ പുറത്തും ഇതേ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിൻസെൻ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആനശല്യം സ്ഥിരമായിട്ടുള്ളതാണോ? ഇവിടെ ഈ പറമ്പിക്കൂടെ സാധാരണ ആനശല്യം വരുന്നതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തുനിന്നല്ല വീടിനെ ഉപദ്രവിക്കുന്ന ഒരു അനുഭവം ഉണ്ടായത്. ഇന്നലെ ശനിയാഴ്ച രാത്രിയാണ് ആദ്യമായിട്ട് സംഭവിച്ചത്. ആണല്ലേ? സാധാരണ ഈ പറമ്പിക്കൂടെ ആന വരുന്നതാണ്, വന്ന് കടന്നു പോകുന്നതാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് വീടിനെ ആക്രമിക്കുന്ന ഒരവസ്ഥ ഇതുവരെ ഉണ്ടായത്. കാരണം നമ്മുടെ ചെറുപ്പം പോലെ നമ്മൾ ഈ ആനശല്യം ഇവിടെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നതായിരുന്നു. പക്ഷെ ഇത് മിനിങ്ങാന്ന് രാത്രി ഞാനൊരു 10:45 കിടന്ന ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിഞ്ഞ് കിടന്ന് നിവർന്ന് നോക്കുമ്പോൾ ഞാൻ സാധാരണ ജനൽപ്പാളി തുറന്നിട്ടാണ് കിടക്കുന്നത്. എൻ്റെ ജനൽപ്പാളിയുടെ മുമ്പിൽ ഭയങ്കര ഒരു ഇരുട്ട്. ഒരു സെക്കൻഡ് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകും. ഞാൻ പുറത്ത് ലൈറ്റ് വിട്ടിട്ടുണ്ട്, ജനൽ അടഞ്ഞൊരു ഇരുട്ട്. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഇത് ആനയാണല്ലോ എന്നെനിക്ക് തോന്നിയത്. ആ അവസരത്തിൽ ഞാൻ അനങ്ങാതെ അവിടെ നിന്ന് മുകളിലോട്ട് എൻ്റെ റൂമിൻ്റെ മുകളിലോട്ട് കയറി വന്ന പെങ്ങന്മാരോട് ആന വന്നു, ആനയോ എന്ന് ചോദിച്ച് ഞങ്ങളെല്ലാവരോടും അങ്ങ് ഒച്ച വെച്ചപ്പോഴത്തേനും ഇത് ഈ ജനലിനോട്ട് കുത്തിയിട്ട് ഒറ്റ ഓടി പോവുക. ഇതുവരെ ഇത്രയും പിന്നെ ഞാൻ ഓർത്തൊരു കാര്യം ഇതാണ്, ഇത്രയും ഒരു വാർക്ക വീട്ടിലാണ് ഇത് ഇങ്ങനെ ഉപദ്രവിച്ചപ്പോൾ. ഒരു സാധാ വീടിനാണെങ്കിൽ അത് കുത്തിപ്പൊളിച്ച് വീട് ഇടിഞ്ഞു പോകും. കാരണം അത്രയും വലിയൊരു ജീവിയാണ് ഈ ജനലിട്ട് കുത്തിയേക്കുന്നത്. എൻ്റെ ജനലിൻ്റെ ആണെങ്കിൽ തന്നെ സിമെന്റ് കട്ടലയാണ്, അതിൻ്റെ സൈഡ് പോലും വിള്ളൽ വന്നു. അത്രയും ശക്തമായി എന്നുവെച്ചാൽ അത് ചെറുതായിട്ടേ മുട്ടിയിട്ടുണ്ട്, അവിടെ ശക്തമായി നമുക്കറിയാമല്ലോ. അത്രയും വലിയൊരു ജീവി ആയതുകൊണ്ട് ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യം, സ്വത്തോ ഞങ്ങൾക്കില്ല, ആന നശിപ്പിച്ച് തീർന്നു. പക്ഷെ ജീവനുള്ളൊരു സംരക്ഷണം അതാര് തരും? അതാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം. എന്നുവെച്ചാൽ ജീവിക്കാൻ മാർഗമില്ലാതായി ഒരു വസ്തുവും പറമ്പിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഈ വീടിന് മുമ്പിലും ഇവിടെയൊക്കെ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്, അതെ ബോർഡ് ഞങ്ങളുടെ വന ജാഗ്രത സമിതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇത് പല പ്രാവശ്യമായിട്ട് MLA-മാരും മറ്റും കുറേ മധ്യസ്ഥം പറഞ്ഞ് പരിഹരിക്കാം എന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇതിനു വേണ്ടി ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുണ്ടായിട്ടില്ല. ഇപ്പോഴും കുറേ സ്ഥലം ഫെൻസിങ് ഇല്ലാതെയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം ഈ പൂതാടി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ഒരു ഭാഗംകാരെടുത്ത തീരുമാനമാണ് ഞങ്ങൾ ഇനി ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നവരെ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ ഇലക്ഷൻ വരുവാണ്. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും വീട്ടിലോട്ട് കയറി വരും, ഞങ്ങൾ പരിഹരിക്കാമെന്ന്. അപ്പോൾ അതിനും പകരം നിങ്ങൾ ഞങ്ങളെ കാണാൻ വരണ്ട, ഞങ്ങൾ നിങ്ങളെയും കാണാൻ വരുന്നില്ല. ഈ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ്
ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ഈ ഭാഗവും ഇതിൻ്റെ അങ്ങേ ഭാഗവും മുഴുവൻ വീടുകളും അതിനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ ബോർഡ് വെച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാർ വീട്ടിലേക്ക് വരണ്ട. ശരി, ഒരു കാലത്തും ഇല്ലാത്ത പോലെ വന്യമൃഗശല്യം അത്രമാത്രം രൂക്ഷമാണ്. ഞാൻ പറഞ്ഞേ, മയിലായിട്ടും മാനായിട്ടും പുലിയായിട്ടും കടുവയായിട്ടും ആനയായിട്ടും. ഇതിപ്പോൾ ആന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം, ഇത് ഒന്നാമതെ ഇവിടേക്ക് ഇപ്പോൾ നേരം വെളുത്ത് 7 മണിക്കൊക്കെ ഇത് ഇറങ്ങിപ്പോകുന്നത്. രാവിലെ പള്ളിയിൽ പോകാൻ പോലും പറ്റാത്ത, ഇന്നത്തെ രാവിലെ ഇവിടെ നിന്നൊക്കെ 7 മണിക്ക് മെഡിക്കൽ കോളേജിലെത്താൻ പാകത്തിന് പുൽപ്പള്ളി മാടപ്പള്ളിക്കുന്നും ഇതുവഴി ബസ് പോകുന്നുണ്ട്. ആ ബസ്സിൻ്റെ അടുത്തോട്ട് ഈ കണക്കിനൊന്നും ഒരാൾക്ക് പോകാൻ പറ്റണ്ടേ? അത്രമാത്രം രൂക്ഷമാണ് ശല്യം. അതാണ് എൻ്റെ ഒരു കാര്യം. ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേനും ആന കയറുവാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. രാവിലെ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ ഒരു 7 മണി കഴിയാതെ. ഞങ്ങൾക്കൊക്കെ പത്രം കിട്ടുന്നത് ഇപ്പോൾ 8:30 ആയിട്ടാണ്. കാരണം പത്രക്കാരൻ പറയുന്നത് എങ്ങനെയാണ് വരിക, രാവിലത്തെ പത്രം കിട്ടുന്നത് 8 മണി 8:30 ആയിട്ടാണ്. ആ ഒരു അവസ്ഥ ഭയങ്കരമായിട്ട് സംജാതമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ പേടിയോടെയാണ് ജീവിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. സ്വത്ത് മുഴുവൻ പോയി, കാരണം ആന നശിപ്പിക്കാത്ത. ഇപ്പം കറണ്ടിൻ്റെ മോട്ടർ ഇപ്പം എന്താവശ്യം ഉണ്ടായിട്ട്, ആനയ്ക്ക് വെള്ളത്തിന് കുറവുണ്ടായിട്ടല്ല കയറുന്നത് ഇങ്ങോട്ട്. ഈ കറണ്ടിൻ്റെ മോട്ടറും കുടിവെള്ളവും കുളവും കിണറും ഒക്കെ നശിപ്പിക്കുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാവുന്നുമില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴെന്ത് ഈ മഴയായതുകൊണ്ട് ഇത് നടന്നു വരുന്ന ഒച്ച പോലും കേൾക്കുന്നില്ല. കാരണം ചെളിയും മഴയായതുകൊണ്ട് നമുക്കൊരു കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ മഴവെള്ളം വീഴുന്നതുകൊണ്ട്. മറ്റേത് ഇത് ദൂരേനെ അറിയും, ഇതിൻ്റെ മണവും അടിക്കും. ഇതല്ലെങ്കിൽ എന്തിനേലും ഒടിക്കുന്നതും കുലുക്കുന്നതും ഒക്കെ. ഇപ്പം ഇതൊന്നും അറിയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിവിടെ വർത്താനം പറഞ്ഞിരിപ്പുണ്ട്. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഈ ആന ഞങ്ങളുടെ പറമ്പിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല. നമുക്ക് ഏതായാലും ആ ഒരു സ്ഥലം ഒന്ന് കാണാം. തീർച്ചയായിട്ടും. കിടന്നിരുന്ന റൂം ഞാൻ ഈ കട്ടിലേക്ക് കിടക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ജനൽപ്പാളി തുറന്നിട്ട് കിടക്കുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ കിടന്നിട്ട് നോക്കുമ്പോൾ ഈ ജനൽപ്പാളി നിറഞ്ഞൊരു ഇരുട്ട് നിൽക്കുന്നു. അന്നേരം എനിക്കിത് ആനയാന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലില്ല. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ്, കാരണം ഇതിന്റെ പുറത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ലൈറ്റ് കാണാത്ത വിധത്തിൽ ആന ജനലിനടുത്ത് നിൽക്കുക. എന്നെ നോക്കി നിൽക്കുക. ഞാൻ നോക്കുമ്പോ തിരിഞ്ഞു നിൽക്കുവല്ല. ഈ ജനലിലൂടെ ഇത് കണ്ടോ, അതടിച്ച ചെളിയും കാര്യങ്ങളൊക്കെ കാണണേ. ചില്ല് പൊട്ടി കിടക്കുന്ന കാണുന്നേ. അത് കണ്ടോ ചെളി, അതിന്റെ തുമ്പിക്കൈയോ ഇത് വേണം. ഇത്ര അടുത്തുണ്ടല്ലേ, എല്ലാം നശിച്ച് വെച്ചിട്ടുണ്ട്. ഏതായാലും പുറത്തുനിന്ന് കാണാം. ഓക്കെ, ഇതിലെ കേട്ടോ ആന ഈ പുറവസ്തു ചെളിയൊക്കെ ഇത്രയും അടുത്ത്. ചെളിയും അപ്പുറത്തെ പാളിയെല്ലാം കുത്തി അതിൻ്റെ പുറത്ത് അതിൻ്റെ ചുവട്ടിൽ നോക്കിയാൽ ജനൽ വിണ്ടേക്കുന്നത് കാണാം. ടൈലിൻ്റെ അടുത്ത് കണ്ടോ ജനലിന് ഷേക്ക് പറ്റിയതുണ്ട്. അവിടെ ഇവിടെയും പൊട്ടി. ഇത് കണ്ടോ, ഇതാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്രയും നല്ലൊരു കുത്തിയ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ജനലിന് ഇവിടെയും അപ്പുറത്തെ സൈഡും വീണ്ടും. ഇതിപ്പോൾ വേറെ രീതിയിൽ പറയും, പക്ഷെ സംഭവിച്ചത് അതിൻ്റെ താഴെ കണ്ടോ, ഏറ്റവും അതിൻ്റെ ആ ടൈലിനോട് ചേർന്നോടെ കണ്ടോ വിണ്ടേക്കുന്നുണ്ടോ. എന്നുവെച്ചാൽ ശരിക്കും എന്താണെന്നറിയാമോ, ഞാൻ ഇതിൽ കിടന്ന് എന്തെങ്കിലും ഒച്ച വെക്കാണ്ട് ഒരു ചവിട്ട് കൊടുത്താൽ ഇത് പൊളിഞ്ഞങ്ങ് വീഴും. കണ്ടോ, ഇത് മുഴുവൻ ചവിട്ടി നശിപ്പിച്ച് അവിടെ നീ അരികീ കൂടെ വന്നു. ഇതിലേ വന്നേ ഇങ്ങനെ ഇതിലെ ആ ചെടിയിൽ കൂടെയും വന്നേ. അതുകൊണ്ട് അപ്പുറത്ത് ആ ഒരു വിടവ് കാണുന്നുണ്ട്, ആ ഒരു ചെടി മറിഞ്ഞു കിടക്കുന്നത്. അതിലേ ഇങ്ങനെ വന്നു. ഇത് തന്നെയല്ല ഇതിന്റെ അപ്പുറത്തോട്ട് നോക്കി ഇങ്ങനെ ചില്ല. ആ പ്ലാവിന്റെ ഇപ്പുറത്ത് അത് ഇന്നലെ വന്നല്ല, ഇതിന് മുമ്പ് കണ്ടോ ആനപ്പാട് കണ്ടോ. ഇത്രയും അടുത്ത് സാധാരണ ആന വരുന്നതാണ്. ആനപ്പണ്ടം കിടക്കുന്നുണ്ടോ. ആദ്യമായിട്ടാണ് വീടിനിട്ടൊക്കെ ആക്രമിക്കുന്നല്ലേ. വീടിനിട്ട് ആക്രമിക്കുന്ന ആദ്യമായിട്ടാണ്. വാഴ തിന്നാൻ വേണ്ടി കളഞ്ഞ അതെ, ആ വന്ന വാഴ അത് പോയ വഴിക്ക് ഒടിഞ്ഞു വീണാന്ന് തോന്നുന്നു. അത് പിടിച്ചിട്ടില്ല. ഇതിന്റെ ഈ പുറകോട്ട് എത്ര ദൂരം കഴിഞ്ഞാ ഫോറസ്റ്റ് ഉള്ളത്? ഇങ്ങോട്ടല്ല, ഫോറസ്റ്റ് അങ്ങോട്ടാ. ആ ഭാഗത്തേക്കാ? ഈ ഭാഗത്തേക്കൊക്കെ വീടുണ്ടോ? അതിന്റെ അക്കരെ വീടുണ്ട്. വീടുണ്ടല്ലേ? 400 മീറ്റർ ദൂരം ഉണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട്. 400 മീറ്റർ. 1/2 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ടില്ല. അല്ല, ഇത് ടൗണിൽ വരുവാ. ഇതിലേ കയറി പോയിട്ട് നേരെ ടൗണിൽ ചെല്ലുവാ. ഇപ്പൊ ഇതിലെ തന്നെയല്ലേ ടൗണിലേക്ക്? ഇതിലേ പോകുന്നത്. മതിലടിച്ചൊക്കെ ഈ ആന തന്നെ ആയിരിക്കും. ഈ ആന അത് ഇതൊരു അമ്പൻ ആനയാ. ഇവിടെ ഇത് കയറുമ്പോ അപ്പുറത്തെ സൈഡിൽ 2-3 എണ്ണം വേറെ ഉണ്ട്. തുമ്പിക്കായ കൊണ്ട് ഇതാക്കിയതാ. എന്നുവെച്ചാൽ ഇവിടെ നെറ്റിമുട്ടി. ഇത്രയും പൊക്കമുണ്ട്. നെറ്റിമുട്ടിയാ പാടില്ല. ഞാൻ നോക്കുമ്പോ ഇതിന്റെ നെറ്റി കാണുന്നില്ല. എനിക്കിത് ആദ്യം തിരിയാതെ വന്നത്, ഇതിന് നമ്മൾ മുഴുവൻ കാണുന്നില്ല. ഇതിങ്ങനെ ചേർന്ന് നിൽക്കുവല്ലേ. ഇങ്ങനെ നേരെ നിൽക്കുവന്നേ.
ഇത് ഇങ്ങനെ നേരെ നിൽക്കുക. ഇങ്ങനെ നിരക്കും. അപ്പൊ ഇത് മറിച്ചിട്ട് കാണും. അതങ്ങ് അതിനവിടെ നിന്നാൽ മതി, ഇങ്ങോട്ട് കയറണ്ട. ബാക്കി നീളം ഇപ്പൊ കനാലിനെ കെട്ടുമ്പോ പുറകിലാണല്ലോ. കാലവിടെ നിന്നാ മതിയല്ലോ. കാലവിടെ നിന്നാ മതിയല്ലോ. ഭയങ്കര ഭീകരാവസ്ഥയാണ് അതോടെ. അല്ല ഞാൻ ഇവിടുന്ന് പിന്നെ അങ്ങോട്ടാ താഴേക്ക് പോയേ? ഇതിന് അങ്ങോട്ട് കയറും. അങ്ങോട്ട് പോയി. അവിടുന്ന് ഇന്നലെ പോയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ? അല്ല, അവിടുന്ന് അത് തിരിച്ചിറങ്ങിയിട്ട് ഇന്ന് പേപ്പറിൽ കാണുന്ന 2-3 വീടുകളുടെ വാഴയും പറമ്പും മോട്ടറും ഒക്കെ. മോട്ടർ കളഞ്ഞിട്ട്? അതെ അതെ, ഈ ഭാഗത്താട്ടാ. മോട്ടർ ഇതിന് മുമ്പ് കളഞ്ഞവര് ഫോറസ്റ്റുകാർ പൈസ കൊടുത്ത് നേരെയാക്കി ഈ വന്ന വരവിന് അത് വീണ്ടും ചവിട്ടിപ്പൊട്ടിച്ചു. അതെ അല്ലേ. അതെന്ത് അങ്ങനെ? അതെന്ന് വെച്ചാൽ അക്രമകാരിയായ ആനയാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ ഇത്രയും വരേണ്ട യാതൊരു കാര്യവും. ആൾക്കാർ ഉപദ്രവിച്ച് പഠിച്ചാണ്. ഇതെല്ലാവരുടെയും സംശയം ഇത് തന്നെയാണോ പടമലയില് ആളെ കൊന്നതെന്ന്. കാരണം അതിന് വീടിനോട് അടുത്ത് വരാൻ മടിയില്ല, പേടിയില്ല അജീന്റെ. അതെല്ലാരും ഇപ്പൊ പറയുന്നുണ്ട്. അന്നത്തെ ആനനെ അങ്ങനെ ചുരുണ്ടോടി കയറിപ്പോയോണ്ട് അത്രയും വീഡിയോ കിട്ടിയിട്ടില്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമാണ്. ഞങ്ങൾ സാധാരണ ആനയെ കാണുന്നവരാ. കൊമ്പുള്ള ആനയാ? കൊമ്പുള്ള ആന. അപ്പൊ അതായിരിക്കില്ല, മറ്റേത് മോഴയല്ലായിരുന്നു. മറ്റേത് മോഴയായിരുന്നു. ഇത് കൊമ്പുള്ള ആന. അപ്പൊ അതായിരിക്കില്ല. ഇത് ഇഷ്ടംപോലെ ഉണ്ട് ആന. അല്ല, ഒന്നില്ലെങ്കിൽ അടുത്തത് എല്ലാം ഇപ്പൊ ഏകദേശം മൃഗങ്ങളെല്ലാം ഒരു അക്രമ സ്വഭാവമായി. അല്ലെന്നേ, അത് അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അധികമായപ്പോ എന്താണ് എന്ന് വെച്ചാൽ അതിന്റെ സത്യം അതാണ്. കാട് മൊത്തം തേക്കും അല്ലേ? തേക്കിന്റെ അല്ല, ഇതിന് വസിക്കാൻ ഇടവില്ല. വസിക്കാൻ ഇടവില്ലാത്തപ്പോ അതെന്ത് ചെയ്യാനേ പറ്റുള്ളൂ? അതിന് പുറത്തിറങ്ങാനേ പറ്റുള്ളൂ. ശരിക്കും ഞങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം, അതിന് ജീവിക്കാനുള്ള ഇടത്തിൽ കൂടുതൽ അതുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. വേറെ എന്തുകൊണ്ടും. കാരണം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഫെൻസിങ്. ഇപ്പം ഞങ്ങളുടെ നടവലിയിൽ നിന്ന് ബത്തേരി വരെ എത്തുന്ന ഇതിനിടയ്ക്ക് 10 മെയിൻ റോഡുകൾ പുൽപ്പള്ളിക്ക് പോകാനുണ്ട്, ടാർ റോഡുകൾ. അവിടെ എങ്ങനെ വഴി അടയ്ക്കും? ഒരു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റൽ സൗകര്യം ഇല്ല പുൽപ്പള്ളിയിൽ. അവർക്ക് ബത്തേരിക്കോ അല്ലെങ്കിൽ കൽപ്പറ്റയ്ക്കോ പോകണമെങ്കിൽ ഈ വഴി കൂടെ പോകാൻ പറ്റും. അപ്പം മതിൽ കെട്ടി അടയ്ക്കാനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. പരിഹാരം എന്ന് പറയുന്നത് മറ്റു വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെ അതുങ്ങളെ മുഴുവൻ കൊല്ലണം എന്നല്ല നമ്മൾ പറയുന്നത്. അതുങ്ങൾക്ക് വസിക്കാനുള്ള ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിൽ വസിക്കാനുള്ള അത്രയും മാത്രം വന്യജീവികളെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ നശിപ്പിക്കണം. അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് ആ വീടിൻ്റെ അവിടുന്ന് ഒരു 400 മീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ്. ഇത് നമുക്ക് കാണാം. അവിടെ അറ്റത്ത് ആ ഭാഗത്ത് ഫോറസ്റ്റാണ്. ഇവിടെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റിസോർട്ടിൻ്റെ കമ്പിവേലിയൊക്കെ, അതായത് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ തകർത്താണ് ആന കഴിഞ്ഞ ദിവസം അപ്പുറത്തോട്ട് പോയതെന്ന് പറഞ്ഞതുണ്ടോ. അപ്പോൾ അവർ ആ ഇലക്ട്രിക് ഫെൻസിങ് വീണ്ടും പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസോർട്ടുകാർ സ്വന്തം ചെയ്യുന്ന പരിപാടിയാണ്. അതായത് നമ്മളെ മോട്ടർ, ഇവിടെ ഒരു വീട്ടുകാരുടെ മോട്ടറും കാര്യങ്ങളൊക്കെ ആന കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് കേട്ടോ പോകുന്നത്. കന്നാലിക്ക് വേണ്ടിയിട്ട് പുല്ലുണ്ടാക്കും. ഈ പുല്ല് ആന തിന്നും. പുല്ലും തിന്നും അല്ലേ. ഇതൊക്കെ കൃഷിഭൂമി ആയിരുന്നു കേട്ടോ പറഞ്ഞു. ഇപ്പം ശല്യം സഹിക്കാൻ വയ്യാതെ ആൾക്കാർ കൃഷിയൊക്കെ ഉപേക്ഷിച്ചാൽ വന്നതാ. ഇവിടെ ആന നടന്നു പോയ പാടൊക്കെ നോക്കുകയാണ്. ഇവിടെയൊക്കെ ഈ ഭാഗത്തോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതെന്ന് വിചാരിച്ച് ഇത് ഫോറസ്റ്റാണെന്ന് വിചാരിക്കേണ്ട. ഫോറസ്റ്റ് അപ്പുറത്തെ സൈഡിലാണ്. വന്യമൃഗശല്യം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ സ്ഥലമൊക്കെ ഉപേക്ഷിച്ച് പോയതാണ് ഈ കാണുന്നത് കേട്ടോ. ഏതായാലും ഈ പുല്ല് മൊത്തം ആന തിന്നും അല്ലേ. ഇപ്പം ഉപയോഗിക്കാതെ കിടന്ന് കാട് പോലെ ആയില്ലേ. ഇതൊക്കെ ഇപ്പോഴും പട്ടയമുള്ള തന്നെയാ അല്ലേ? ഇതില്ലേ അങ്ങോട്ടാ? വരുന്ന പറഞ്ഞ് കുളത്തിലിറങ്ങും അല്ലേ? ഓ കലക്കുന്നല്ലേ. ഒരു കാര്യം, ഇത്രയും സ്ഥലങ്ങള് മൃഗങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തതുണ്ട്. ആനശല്യം കാരണം കണ്ടോ എന്തോ ഒരു ഏക്കർ ഒഴിവാക്കി പോയതല്ലേ. അതാണ് ഏറ്റവും വലിയ. കാരണം മനുഷ്യന് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഈ പാടം ഒരു തരത്തിലും സമ്മതിക്കാതെ വന്നപ്പോൾ നിർത്തി പോയതല്ലേ. കൃഷി ഉപേക്ഷിച്ചു. ഒരു കൃഷിയും പറ്റില്ല. അതെ ഇനി പറ്റില്ല. ഇനിയിപ്പോൾ ആരും തയ്യാറാവില്ലല്ലോ.
അല്ല എങ്ങനെ തയ്യാറാവുന്നു? എല്ലാ ദിവസവും വരുമല്ലോ. ഇവിടെ നമുക്ക് ഈ മോട്ടറൊക്കെ കാണാം. ഈ മോട്ടറൊക്കെ ആന കഴിഞ്ഞ ദിവസം ചവിട്ടി പൊട്ടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടോ. അതേതായാലും അവർ തിരിച്ച് റീഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്കിപ്പോൾ കാണാനൊന്നുമില്ല. ഏതായാലും പൊട്ടിപ്പോയ പൈപ്പ് മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ. ആ അങ്ങനെ ഒടിഞ്ഞു പോയി അല്ലേ? ഓ ഇങ്ങനെ ഈ പൈപ്പ് മൊത്തം കളഞ്ഞല്ലേ? ഇത് പുതിയ പൈപ്പ് ഇട്ടല്ലേ മുകളിൽ കൂടെ? ആണല്ലേ? അതേപോലെ കെട്ടിവെച്ചിരുന്നേ ആണല്ലേ? അതേപോലെ പൈപ്പ് മുക്കി കെട്ടിവെക്കുന്ന മുകളിൽ ഇരുന്നാ വലിച്ചു പറിച്ചിട്ടിട്ടാണ് ഇത് പൊട്ടിച്ച് കളഞ്ഞത്. ആണല്ലേ? ആ ചീമക്കന്ന് അടക്കം ഉണ്ടോ? അങ്ങനല്ലേ? അതിന്റെ ചൂട് പോയി നല്ല കാൽപ്പടുണ്ട്. ആണല്ലേ? അത് അടക്കം പൊളിച്ച് കളഞ്ഞു. ഇവിടെ ഇപ്പം അങ്ങനെ സ്ഥിരമല്ലേ? സ്ഥിരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒഴിവില്ല. ആണല്ലേ? ആ ഇതിപ്പോൾ ഈ മോട്ടറിൻ്റെ 8 പ്രാവശ്യം വലിച്ചു പറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ പുതിയ പൈപ്പ് പുതിയ കേബിൾ ഇട്ടതാ. ഏതാണ്ട് 12,000 രൂപ മുടക്കിയിട്ട് അത് മൊത്തം ശരി. മോട്ടർ രണ്ടാമത്തെ പ്രാവശ്യം മാറ്റുന്നത്. അത് ഒരു പ്രാവശ്യം ഇത് മോട്ടർ ഇട്ടോണ്ടിരുന്നപ്പോൾ സമയത്ത് വലിച്ചു പറിച്ചിട്ട് മോട്ടർ കത്തിക്കും. ആ അങ്ങനെ അതും പോയി ഒരു 12,000 രൂപ. അങ്ങനെ ഇതിപ്പോൾ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഒഴിവില്ലെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കൃഷി ഇല്ലാണ്ടായിട്ട് കുറേ കാലമായി കാണും അല്ലേ? കൃഷി ഇല്ലാണ്ടായപ്പോൾ ഇതിപ്പോൾ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. ആനയല്ലേ പന്നി ആണല്ലേ? എന്തും കുരങ്ങും മയിലും. ആ അന്ന് ആ മറ്റേ ജനൽ പൊട്ടിച്ചൊക്കെ ആന ഇതിലേ പോയിട്ടല്ലേ അങ്ങോട്ട് പോയി? ഇതിലേ പോകുന്ന സ്ഥിരം ആണല്ലേ? ഇതിലേ ഇങ്ങനെ പോവാണ്. ആണല്ലേ? എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസം പോലും ഇല്ല. ഇന്നലെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്. വീടിന്റെ മുറ്റത്തോടെ തറവാടിന്റെ. ആണല്ലേ? എനിക്ക് എൻ്റെ പേരിൽ ഒരു ലൈസൻസ് ഉള്ള തോക്കുണ്ടായിരുന്നു. ആ തോക്കുള്ള കാലത്തൊന്നും ആന നമ്മുടെ തോട്ടം വിട്ട് മുകളിലേക്ക് പോയിട്ടില്ല. കാരണം നമ്മളാരെയും ഇവിടുന്ന് ഓടിക്കും. അത് 2012 സർക്കാരിൻ്റെ ഓട്ടംബുകാരൻ കൊണ്ട് ചാരിയതാണ്. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം അപേക്ഷ കൊടുത്തു, ഒതുക്കി തരണമെന്നും പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു നടപടിയില്ല. ആ തോക്കുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടൊന്ന് പുറത്തിറങ്ങാം. എന്തേലും ഒരു പേടിപ്പിക്കുകയെങ്കിലും ചെയ്തിട്ട് നമുക്കൊരു ധൈര്യമുണ്ട് ഇറങ്ങിപ്പോകാൻ. ഇത് അതുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് അപ്പുറത്തെ ഒരു വീട്ടിലും ഇതുണ്ടായിരുന്നു. അതും ഇതുപോലെ കൊണ്ട് ചാരി വെച്ചതാ. എന്തിന്റെ പേരിലാണ് അത് സബ്മിറ്റ് ചെയ്യാൻ? സർക്കാർ പറയുന്നപ്പോൾ കൃഷിക്കാർക്ക് തോക്കിന്റെ ആവശ്യമില്ലാന്ന്. അതാണ് അങ്ങനെ എല്ലാ തോക്കുകാരും കൊണ്ട് ചാരാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരാൾക്ക് തോക്ക് കിട്ടിയിട്ടുണ്ട്. അയാൾക്കൊരു 12 ഏക്കർ വയലുണ്ട്. ആ വയൽ കൃഷിക്ക് വേണ്ടിയിട്ട് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തോക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അനുവദിച്ചു കൊടുത്തു. 3-4 മാസം കഴിഞ്ഞപ്പോൾ അയാൾ നിൽക്കില്ല. ഇപ്പോൾ ആ തോക്കില്ല. ഇനി അത് മക്കളുടെ ഒരു മകനുണ്ട്, മകന്റെ പേരിൽ ആക്കിയെടുത്ത് വരണം അത് കിട്ടണമെങ്കിൽ. 12 ഈ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ 18 തോക്കുണ്ടായിരുന്നു പല ആൾക്കാർക്കായിട്ട്. ഈ ഇതോടി പഞ്ചായത്തില് പലർക്കുമായിട്ട് 18 തോക്ക് ഈ സൈഡിൽ തന്നെ ഉണ്ട്. അങ്ങേ സൈഡിൽ നമുക്ക് അറിയില്ല. ഈ സൈഡിലൊക്കെ ഏകദേശം നമ്മൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഏകദേശം ഇതൊക്കെ ഒന്ന് അറിയുന്നത്. ചാരി വെച്ചേക്കോ. ആകെ ഇപ്പോൾ പൂതാടി പഞ്ചായത്തിൽ 2-3 പേർക്കാണ് തോക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഞാനെന്തായാലും ഒന്നുകൂടെ ഒരു അപേക്ഷ കൊടുക്കാൻ പോവുകയാണ്. കിട്ടുമോ ഇല്ലോ എന്ന് നോക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല. ഇവിടെ ജീവിക്കേണ്ട മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാണ്ടേ, അതാണ് കുഴപ്പം. മനുഷ്യന് ധൈര്യമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ പറ്റണ്ടേ. 6 മണിയാകുമ്പോഴത്തേക്ക് എത്തൂല്ലേ? ഒരു ദിവസം 5:30 പോയി തോട്ടത്തിൽ കയറി വന്നു. അവിടെ ആ പ്ലാവ് കുലുക്കി. ഞാൻ പശുവിനെ കെട്ടിക്കൊണ്ടിരിക്കുക. അന്നേരം ഞാൻ വിചാരിച്ചു ആദ്യം എന്താ ഒച്ച കേൾക്കുന്നതെന്ന് വിചാരിച്ച് നോക്കാം, പ്ലാവ് കുലുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ കുറച്ച് ഈ ബംഗാളികൾ താമസിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ ഉണക്കക്കവും എടുക്കാൻ വരെ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അവരെടുക്കുന്നതായിരിക്കും. ഇച്ചിരി കഴിഞ്ഞപ്പോ കുലുക്കലങ്ങ് ശക്തി കൂടി ഞാൻ നോക്കുമ്പോ ആളെ നിന്ന് കുലുക്കുക. 5:30 ആയിട്ടുള്ളൂ ആ സമയത്തൊക്കെ വരുന്ന. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ 6 മണിയൊക്കെ വന്നു. അത് പിന്നെ ഫോറസ്റ്റുകാർ വന്ന് ഓടിച്ചു വിട്ടു. അന്ന് ഞങ്ങൾ ഒരു ദിവസം ഫോറസ്റ്റുകാർ ഓടിക്കുമ്പോൾ ഞങ്ങളെ ഓടിച്ചു ആന. അതിനാൽ ഞങ്ങളെല്ലാം ഓടിച്ച് അടിയെടുത്ത്. ഫോറസ്റ്റുകാർ വിളിച്ചാൽ വരുമോ? ഫോറസ്റ്റുകാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ അടുത്ത പ്രദേശത്തുണ്ടെങ്കിൽ അവർ വരും. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണല്ലോ അതനുസരിച്ച് അവർ വരുള്ളൂ. ആകെ ഒരു വണ്ടിയുണ്ട്, അവരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സമയത്ത് എത്തൂല.
നമുക്കിപ്പോൾ അവരെ അങ്ങനെ ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല. അവർ മനുഷ്യരല്ലേ, ഓടിയെത്തേണ്ടത്. ആകെ സർക്കാരിൻ്റെ ആകെ വേതനം തന്നെയല്ല, അവരുടെ ഒരു പടക്കം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു തോക്കം അങ്ങനെയുള്ള ഒരു സാധനമില്ല. ഒന്നുമില്ല. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. വീട്ടിൽ പോലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ആ വീടിൻ്റെ ജനലും കാര്യങ്ങളൊക്കെ തകർത്തിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അത്രത്തോളം ഭീകരമാണ്. ഇപ്പോൾ ഒരു സാധാരണ വീടാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും വീട് തകർന്നു പോയതിനെ. കോൺക്രീറ്റ് കെട്ടിടമായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ഇതുപോലെ വളരെ ഭീതിയിൽ തന്നെയാണ് ഈ നടവയലും മറ്റ് പൂതാടി പഞ്ചായത്തിലെ മിക്ക വീട്ടുകാരും ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശമാണ് ഈ പൂതാടി പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.